യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ്. വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം മുതൽ മനുഷ്യനെ തകർക്കുവാൻ സാത്താൻ ശ്രമിക്കുന്നു. ഒരു വ്യക്തിയെ, കുടുംബത്തെ, സഭയെ, പ്രസ്ഥാനത്തെ ഒക്കെ തകർക്കുവാൻ തക്കതായ തന്ത്രങ്ങൾ സാത്താൻ അന്നും ഇന്നും മെനഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എവിടെയൊക്കെ ദൈവപ്രവൃത്തി നടക്കുന്നോ അവിടെയൊക്കെ സാത്താൻ അടങ്ങിയിരിക്കുന്നില്ല. അകത്തുനിന്നും പുറത്തുനിന്നും അവൻ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായം 17 മുതൽ 32 വരെ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരെ തടവിലാക്കുകയും അതിന്മൂലം സഭയെ തകർക്കുവാൻ സാത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോസ്തലന്മാരാൽ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ജനം അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് കണ്ട് മഹാപുരോഹിതന്മാർക്കും സദൂക്യർക്കും അസന്തുഷ്ടിയും അസൂയയും ഉണ്ടായി. തങ്ങൾക്ക് ഈ അപ്പോസ്തലന്മാരുടെ മേൽ അധികാരമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഒരു കൂട്ടം ജനത്തെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചാൽ ഈ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ക്രിസ്തു മാർഗത്തിന് അന്ത്യമാകുമെന്ന് അന്നും ഇന്നും അധികാരികൾ വിശ്വസിക്കുന്നു. ആ ശ്രമം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ തൻ്റെ വേലയെ തടസ്സപ്പെടുത്താൻ ദൈവം ആരെയും അനുവദിക്കുന്നില്ല. അന്നു രാത്രി തന്നെ ദൈവത്തിന്റെ ദൂതൻ തടവിലായിരുന്ന അപ്പോസ്തലന്മാരെ പുറത്തു കൊണ്ടുവന്നു. കാരാഗൃഹത്തിന്റെ വാതിൽ അടഞ്ഞു തന്നെ കിടക്കുന്നു. ഒന്നും നശിപ്പിക്കപ്പെട്ടതുമില്ല. അകത്ത് കിടന്നവർ എങ്ങനെ പുറത്തു വന്നു? ദൂതൻ അവരെ പുറത്തു കൊണ്ടുവന്നു. പിറ്റേന്ന് ജയിൽ തുറന്നപ്പോൾ തടവിലാക്കിയവരെ കാണാതെ അധികാരികൾ ഭ്രമിച്ചു. എന്നാൽ തടവിലാക്കിയ അപ്പോസ്തലന്മാർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നു എന്ന വാർത്ത അവർ കേട്ടു. എന്തു വിലക്കിയോ അത് തന്നെ അവരുടെ കൺമുൻപിൽ വെച്ച് തന്നെ അപ്പോസ്തലന്മാർ ചെയ്യുന്നത് കണ്ട് അവർക്ക് നീരസമുണ്ടായി. കാരാഗ്രഹത്തിൽ നിന്നും ദൂതൻ അപ്പോസ്തലന്മാരെ വിടുവിച്ചുവെങ്കിലും അവർ ആ പരിസരത്ത് തന്നെ നിന്നുകൊണ്ട് ദൈവവേല ചെയ്തു. ഇന്ന് പീഠ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആ സ്ഥലങ്ങളിൽ കടന്നു പോകാനും ദൈവവേല ചെയ്യാനും നമുക്ക് ഭയമാണ്. എന്നാൽ അവരാരും സ്വയം രക്ഷപ്പെടാൻ മാർഗം ചിന്തിച്ചില്ല. ദൂരെ എങ്ങും മാറിപ്പോയി വേല ചെയ്തതുമില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ക്രിസ്തീയ സഭ ഇത്രത്തോളം വളരില്ലായിരുന്നു. അവർ കഷ്ടത സഹിക്കാൻ തയ്യാറായി. വേണമെങ്കിൽ രക്തസാക്ഷിയാകാനും അവർ തയ്യാറായിരുന്നു. 27-ഉം 28-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 കുറ്റങ്ങൾ അവരുടെ മേൽ ആരോപിച്ച് വീണ്ടും പുരോഹിതന്മാർ അവരെ തടവിലാക്കി. ഒന്നാമത്തെ കുറ്റം, യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കരുത് എന്ന ന്യായാധിപ സംഘത്തിൻ്റെ ആജ്ഞ അവർ ധിക്കരിച്ചു എന്നതാണ്. രണ്ടാമത്തെ കുറ്റം, ക്രിസ്തുവിന്റെ രക്തത്തിനുത്തരവാദി മഹാപുരോഹിതന്മാരും നേതാക്കളുമാണ് എന്ന് വരുത്തി തീർക്കാൻ അപ്പോസ്തലന്മാർ ശ്രമിക്കുന്നു എന്നതാണ്. എന്നാൽ ഇതിനേക്കാൾ ഏറ്റവും വലിയ പ്രശ്നം, അപ്പോസ്തലന്മാർ യെരുശലേമിനെ യേശുവിന്റെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു എന്നതായിരുന്നു. ഈ ചുരുങ്ങിയ കാലയളവിൽ ഈ ഉപദേശം ഇത്ര വേഗം പടർന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തി. ദൈവം ഇക്കൂട്ടരോട് കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും യേശുവിനെ അംഗീകരിക്കാൻ അവർ ഒട്ടും തയ്യാറായില്ല. യേശു എന്ന നാമം പോലും ഉച്ചരിക്കാതെ ഈ മനുഷ്യൻ എന്നാണ് യേശുവിനെ അവർ സംബോധന ചെയ്തത്. തുടർന്ന് അപ്പോസ്തലന്മാർ മറുപടി പറയുകയാണ്, ദൈവത്തെ തങ്ങൾ അനുസരിക്കുന്നു എന്ന്. സ്വാഭാവികമായും നമുക്ക് സംശയമുണ്ടാകാം. അധികാരത്തിലിരിക്കുന്നവരെ അനുസരിക്കണമെന്ന് യേശുവും പുതിയ നിയമ ലേഖനങ്ങളിൽ പലയിടത്തും പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തെയാണോ മനുഷ്യരെയാണോ അനുസരിക്കേണ്ടത്? തീർച്ചയായും ദൈവത്തെ തന്നെ അനുസരിക്കണം. അതിനർത്ഥം രാജ്യത്തിൻ്റെ നിയമങ്ങളെ എതിർക്കണമെന്നോ അധികാരികൾക്കെതിരായി പ്രവർത്തിക്കണമെന്നോ അല്ല. ഒരു രാജ്യത്തിലെ നിയമവും മതത്തിനെതിരല്ല. എന്നാൽ വ്യക്തമായ ഉദ്ദേശത്തോടെ സ്വന്തം അധികാരം ഉപയോഗിച്ച് മതവിദ്വേഷം ജനത്തിനിടയിൽ വിതച്ച് ക്രിസ്തുമാർഗത്തെ തുടച്ചു നീക്കാൻ ഇന്നും ശ്രമം നടത്തുന്നുണ്ട്. എത്ര പീഡയുണ്ടായാലും ദൈവത്തെ മാത്രം അനുസരിക്കുന്നത് നാം തിരഞ്ഞെടുക്കണം. യഹൂദന്മാർ യേശുവിനെ കുറ്റവാളിയാക്കി നിന്ദിച്ച് അവനെ ക്രൂശിച്ചു. എന്നാൽ ദൈവം യേശുവിനെ ഉയർപ്പിച്ചു. അവന് വലിയ ബഹുമാനവും പദവിയും നൽകി, പ്രഭുവാക്കി, രക്ഷിതാവാക്കി ഉയർത്തി. കോടതിയിൽ പോലും സുവിശേഷം പ്രസംഗിക്കുന്നതിൽ അപ്പോസ്തലന്മാർ മടികാട്ടിയില്ല. യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിന് അധികാരികളുടെ മുമ്പിൽ എത്ര പ്രാവശ്യം ധൈര്യത്തോടെ നിൽക്കാൻ കഴിഞ്ഞു എന്നത് നാം ഓർക്കണം. 31-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ യേശുവിനെ ദൈവം പ്രഭുവാക്കി, രക്ഷിതാവാക്കി ഉയർത്തി എന്ന് ധൈര്യപൂർവ്വം എവിടെയും പറയാൻ നമുക്കും കഴിയണം. സുവിശേഷത്തിനായിട്ട് ഒരു ചെറിയ നാണക്കേട് പോലും സഹിപ്പാൻ നമുക്കിന്ന് കഴിയില്ല. എവിടെയൊക്കെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളുമുണ്ടോ അവിടെ നിന്ന് മാറി ഒരു സേഫ് സോണിൽ നിന്ന് ദൈവവേല ചെയ്യാൻ നാം ആഗ്രഹിക്കുന്നു.
എന്തിന്, കൂടെ യാത്ര ചെയ്യുന്നവരോട് പോലും ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ നാം മടി കാണിക്കുന്നു. കാരണം സുവിശേഷത്തിനെക്കുറിച്ചുള്ള എരിവ് നമുക്ക് ഇന്നില്ല. ഇന്ന് നാം പലതിനെയും ഭയപ്പെടുന്നു. നമുക്ക് നേരിടാൻ സാധ്യതയുള്ള നഷ്ടങ്ങളെപ്പറ്റി കൂടുതൽ നാം ചിന്തിക്കുന്നു. നാണക്കേടും മാറ്റി നിർത്തലും എല്ലാം അംഗീകരിക്കാൻ തയ്യാറേ അല്ല. എന്നാൽ 20-30 വർഷങ്ങൾക്ക് മുമ്പ് വരെ സുവിശേഷത്തിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായ പിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. ക്രിസ്തു ശിഷ്യരെ ലോകം എപ്പോഴും തള്ളിക്കളയാനേ ശ്രമിച്ചിട്ടുള്ളൂ. ക്രിസ്തുവിനെ തള്ളിയ ലോകം ശിഷ്യനെയും തള്ളും, ഉറപ്പാണ്. എന്നാൽ ലോകത്തിന് അനുരൂപരായി തീരുന്ന പക്ഷം പീഡയില്ല, ഒറ്റപ്പെടുത്തലില്ല, നിന്നയില്ല. നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോ ക്രിസ്തു ശിഷ്യനും മുൻപിൽ ക്രൂശാണുള്ളത്, നിന്നയാണുള്ളത്, പരിഹാസമാണുള്ളത്. അത് മനസ്സിലാക്കി മനുഷ്യരെക്കാൾ ദൈവത്തെ സ്നേഹിക്കാനും അനുസരിക്കാനും നാം തയ്യാറാണെങ്കിൽ ആദ്യ നൂറ്റാണ്ടിലെ അതേ വേഗതയിൽ ക്രിസ്തുമാർഗം സകലരിലേക്കും എത്തിച്ചേരും. അതിനായിട്ട് നമുക്ക് പ്രയത്നിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.